നമുക്ക് വളരെ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർമ്മിക്കാം. ഒരു വലിയ പുസ്തകത്തിൻ്റെ പരിവേഷണത്തിൽ ഞാൻ ചേർത്താണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കത്തക്ക ക്രമത്തിൽ വളരെ സിമ്പിളായ ഒരു സന്ദേശം ദൈവജനത്തിലൂടെ നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവിന്റെ ശ്രമം. ഇത് ഞാനിവിടെ വിളംബരം ചെയ്യുന്ന സന്ദേശത്തിനകത്തിൽ വലിയ ഉണർവ് നൽകുന്നു. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ നയിക്കുവാൻ അനിവാര്യമായ ചില നിർദ്ദേശങ്ങളാണ് ശാന്തമായിട്ട് നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സർവോപരി ഓരോ ദിവസവും നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന ചില പ്രബോധനങ്ങളാണ് ഇന്ന് ശാന്തമായിട്ട് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നത്. തിമോഥെയോസിന്റെ ലേഖനം, 2-ാമത്തെ ലേഖനം, 4-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള 8 വചനങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാം, സമയത്തിനും അസമയത്തിനും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കാം. അവർ പത്യോപദേശം കൊടുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊണ്ടുവേണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിന് നിർമ്മതരായിരിക്കാം, കഷ്ടം സഹിക്കാം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കാം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടും, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പിന്നെ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, ഒരു പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ കണ്ണുകൾ ഒരു നിമിഷമാണ് വചനത്തിനായിട്ടുള്ള സ്തോത്രം ചെയ്തത്. ഈ വിശുദ്ധ പകലത്തെ ധ്യാനത്തിനായിട്ട്, ചിന്തയ്ക്കായിട്ട് പരസ്യമായി തിരഞ്ഞെടുത്ത ഈ തിരുവഴുത്തിനെ തർക്കത്തിലേക്ക് ഏൽപ്പിച്ച് എല്ലാ ദൈവമക്കളും അല്പനിമിഷം നാവുകൾ തുറന്ന് സ്തോത്രം ചെയ്താണ്. നമ്മുടെ നാവിൽ നിന്നും സ്തോത്രങ്ങളും സ്തുതികളും ഉയരട്ടെ. നമ്മുടെ കർത്താവ് ഇന്ന് മുതൽ നമ്മുടെ നടുവിലുണ്ട്. സ്തുതികളെല്ലാം അവിടുത്തെ പാദത്തിലേക്ക് സമർപ്പിക്കുക, ബഹുമാനങ്ങളെല്ലാം അവിടത്തേക്ക് കൊടുക്കുക. അവിടുത്തോട് നുള്ളു തുറന്ന് സംസാരിച്ചാണ്. കർത്താവെ, ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കണം. ഞാനവിടെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടിരുന്ന് അവിടെ ഹൃദ്യമായിട്ട് ഇടപെടും എന്ന് നമ്മൾ വായിക്കാം. ഈ വിശുദ്ധ പകൽക്കാലം നമ്മെ ആകർഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ഈ തിരുവഴുത്തിലൂടെ ഹൃദ്യമായി നമ്മൾ ഇടപെടേണ്ടതിനായി ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടലുകൾക്കായി സമ്പൂർണമായി നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറിന, ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറിന, അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം. അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം. ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറിന, ലോകമാകും സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറിന, അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം. അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം. കുരിശിന്റെ തണലാണെന്റെ അഭയം
തിരഞ്ഞെടുത്തു. ഉലകസ്ഥാപനം മുൻപന്നേ ഫലമേകാൻ തിരഞ്ഞെടുത്തു. ഉലകാവസാനനാളോളം അലയാതെ കാത്തിടുമവൻ. ഉലകാവസാനനാളോളം അലയാതെ കാത്തിടുമവൻ. കുരിശിന്റെ തണലാണെന്റെ അഭയം യേശുനായക. അണയുന്നു പാദപീഠേ തുണയെനിക്കേണമേ. അണയുന്നു ജീവന്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആകാശം മാറിപ്പോയാലും ഭൂമി ഒഴുകിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിസ്തുല വചനത്തിനാണ് സ്തോത്രം. ഈ പകലത്തെ ധ്യാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥനയോടെ തിരഞ്ഞെടുത്ത് സ്തോത്രത്തോടെ വായിച്ച തിരുവെഴുത്തിനെ പ്രതീക്ഷയോടെ ഞങ്ങളുടെ കരങ്ങളിൽ തരുമ്പോൾ ഈ തിരുവെഴുത്തിന്റെ പൊരുളെ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് പരിശുദ്ധാത്മാവ് തന്നെ ഈ പകലിലും തുണനിൽക്കണമേ. സാധുവിന്റെ നാവിൽ ലാവണ്യം പകരണമേ. ഒരു പകലും കൂടെ ബലഹീനമായ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുപോലാക്കി പിടിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമേ. നിന്റെ ജനത്തോട് ഹൃദ്യമായി ഇടപെടണമേ. ബന്ധനങ്ങളെ തകർക്കണമേ. കെട്ടുകളെ പൊട്ടിക്കണമേ. അടഞ്ഞ വാതിലുകളെ തുറക്കണമേ. മുടങ്ങിയ വാഗ്ദത്തത്തിന്റെ ചുരുകൾ അഴിക്കണമേ. രോഗങ്ങളെ സൗഖ്യമാക്കണമേ. കൃപാവരങ്ങളുടെ പകർച്ചകൾ ഇന്ന് മകൻ സംഭവിക്കണമേ. ഓ ദൈവത്തിന്റെ മകൻ നിങ്ങളുടെ നടുവിൽ ചെയ്യാൻ പോകുന്ന മഹത്വകരമായ പ്രവർത്തികൾ യേശുവിൻ നാമത്തിൽ തന്നെ. തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. സാധാരണ ഈ വാക്യം വായിക്കുന്നത് സഭായോഗത്തിന്റെ ഉപവാസ പ്രാർത്ഥനയൊന്നും സാധാരണ ഈ വാക്യം വായിക്കുന്നത് മരണ വീട്ടിലാണ്. ഈ വാക്യം വായിച്ചപ്പോൾ ഇടയ്ക്കൊരു ഡെഡ് ബോഡി ഇരിപ്പുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട്. നമ്മൾ സാധാരണഗതിയിൽ മരണ വീടുകളിലെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെയാണ് ഈ വാക്യം വായിക്കുന്നത്. അതുകൊണ്ട് ഇത് ശവസംസ്കാര ശുശ്രൂഷ എന്നല്ല, ഇത് കത്തുന്നൊരു സഭാരാധനയാണ്. ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടാറുണ്ട്. തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തില് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഈ ലേഖനത്തിന്റെ ചരിത്രത്തിലേക്കോ പശ്ചാത്തലങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. പോയാൽ ഞാൻ വായിച്ച വാക്യത്തോടെ എനിക്ക് ഓർമ്മ നിർത്താൻ പറ്റുന്നത് സാഹചര്യവും പശ്ചാത്തലവും വെട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയാണ് നിൽക്കാൻ. പൗലോസ് 14 ലേഖനങ്ങളാണ് ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയത്. പൗലോസിന്റെ 14 ലേഖനങ്ങളിലെ ഏറ്റവും സമാപനമായ അദ്ദേഹം എഴുതിയ ലേഖനമാണ് 2 തിമോഥെയോസിന്റെ ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായ അദ്ദേഹം എഴുതിയ ലേഖനമാണ് തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനം എന്ന് പറയാൻ കാരണം വേറെ ഒരു ലേഖനങ്ങളിലും പൗലോസ് പറഞ്ഞിട്ടില്ലാത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് വിദ്യാഭ്യാസത്തെ കുറിച്ചോ തന്റെ രോഗത്തെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ഒന്നുമല്ല, തന്റെ മരണത്തെ കുറിച്ചാണ്. അപ്പൊ തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് തന്റെ മരണത്തെ കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തെ പരിഗണിക്കുന്നത്. ഈ ലേഖനം തന്റെ പ്രിയമകനായ തിമോഥെയോസിന് പൗലോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ പൗലോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എഫെസോസിലെ സഭാശുശ്രൂഷകനായി നിയമിച്ച തിമോഥെയോസിന് അവസാനമായി നൽകാനുള്ള പ്രബോധനങ്ങളും ഉപദേശങ്ങളുമാണ് ഈ ലേഖനത്തിന്റെ സത്താവിശേഷം എന്ന് പറയുന്നത്. അതിന്റെ 4-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള
ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. ഈ 8 വാക്യത്തെ രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അതിലൊരു ഭാഗത്ത് നിന്ന് ഒരു വിഷയമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 8 വാക്യങ്ങൾ 2 ഭാഗമായിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. 1 മുതൽ 5 വരെയുള്ള വാക്യം ഒരു പിരിവാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യം മറ്റൊരു പിരിവാണ്. ഈ 2 പിരിവിലെയും വിഷയം എന്താണെന്ന് പറയാം, ശ്രദ്ധിക്കണം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചൊന്ന് വായിച്ചാൽ പൗലോസ് തന്റെ മകനായ തിമോഥെയോസിന്റെ ജയകരമായ ആത്മീയ ജീവിതത്തിന്റെ ശുശ്രൂഷാ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് നൽകി കൊടുക്കുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളും 6, 7, 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് തന്റെ മരണത്തെ കുറിച്ച് പറയുന്ന സുന്ദരമായ പ്രഖ്യാപനങ്ങളാണ്. ഇങ്ങനെ രണ്ടായിട്ട് ഈ വാക്യങ്ങളെ തിരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 1 മുതൽ 5 വരെയുള്ള വാക്യം ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പൗലോസിന്റെ മരണത്തിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയ മകനായ തിമോഥെയോസിന്റെ ജയകരമായ ആത്മീയ ജീവിതത്തിന്റെ ശുശ്രൂഷാ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് പ്രാർത്ഥനയോടെ നൽകി കൊടുക്കുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രബോധനങ്ങൾ, വിശേഷമുള്ള കൽപ്പനകളാണ്. ഒരു ശുശ്രൂഷകൻ എങ്ങനായിരിക്കണം കൃത്യമായി നടത്തുന്നത്. 6, 7, 8 വാക്യം ആരെ കുറിച്ചുമല്ല പൗലോസ് പറയുന്നത്, തന്റെ മരണത്തെ കുറിച്ച് പറയുക. എന്താണ്? ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എത്ര നല്ലൊരു വാക്യമാണല്ലേ. വായിച്ചിട്ട് സ്വന്തം പറഞ്ഞില്ലല്ലോ. പ്രിയരെ, എത്ര തവണ ഈ വാക്യം വായിച്ചത് എനിക്കറിയത്തില്ല. ഏതെല്ലാം ദേശത്ത്, ഏതെല്ലാം ഇടത്ത് ഈ വാക്യത്തെ പ്രബോധിപ്പിച്ചെന്ന്, പഠിപ്പിച്ചെന്ന്, പ്രസംഗിച്ചെന്ന് എനിക്ക് നിശ്ചയമില്ല. 100 തവണ ഈ വാക്യം ഞാൻ ആവർത്തിച്ചു വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വായിക്കുന്തോറും നമ്മെ ആവേശത്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു വാക്യമാണ്. വായിക്കുന്തോറും വീണ്ടും വായിക്കുവാൻ നമ്മെ വല്ലാത്ത പ്രത്യാശകളാക്കുന്ന ഒരു വാക്യമാണ്. 100 തവണ ഈ വാക്യം വായിച്ചപ്പോൾ ഈ വാക്യത്തിലൂടെ എനിക്കൊരു മുഖം കാണാൻ കഴിഞ്ഞു. ഈ വാക്യത്തിലൂടെ എനിക്കൊരു വ്യക്തതയെ കാണാൻ കഴിഞ്ഞു. അതാരാ? യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു പടയാളിയുടെ രോദനമല്ല, മറിച്ച് യുദ്ധത്തിൽ ജയം പ്രാപിച്ച ഒരു പടയാളിയുടെ ജയഭേരിയാണ് ഈ വാക്യം. മരണത്തിന്റെ തൊട്ടുമുമ്പ് പൗലോസ് തന്റെ മരണത്തെ കുറിച്ച് പറയുക. ഞാനിപ്പോൾ തന്നെ പാനീയ യാഗമായി വിടുക കേട്ടോ. എന്നിട്ട് നിര്യാണകാലം അതും വിടുക. അടുത്ത 3 കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. മതി, ഒന്നുകൂടെ വായിച്ചേ. അറ്റ്ലീസ്റ്റ് 3 ഹല്ലേലൂയ പറയേണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ ബലഹീനതയെ പരിഗണിച്ച് ഒരെണ്ണം പറഞ്ഞാൽ മതി. ഞാൻ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം. ന്യായമായ 3 മണിക്കൂറുകൾ അവർക്കുണ്ടാവും. അല്പം കൂടെ അവതാരം കാണിച്ചാൽ 3:45. മരിക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നല്ല പോർ ഓട്ടം വിശ്വാസം. ത്രോമാസ് എന്ന് പറയുന്ന
എന്തിനാ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത്? എന്താണ് നിങ്ങളുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം? എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഇതുപോലെ ചോദിക്കാൻ സാവകാശം കൊടുക്കാതെ കണ്ണിൽ ചോരയില്ലാത്ത നീറോയുടെ പടയാളി പരീക്ഷകൾ കപ്പോസിന്റെ മക്കൾ പാർക്കുന്ന പൗലോസിനെ അറസ്റ്റ് ചെയ്തു, വലിച്ച് എടുത്തുകൊണ്ടു പോയി. എന്നിട്ട് തടവറയിൽ കൊണ്ടവനെ അടച്ചിട്ടു. അവസാന കാരാഗ്രഹവാസം, രണ്ടാമത്തെ കാരാഗ്രഹവാസം. പുള്ളി ചിന്തിക്കുക, ഇവരെന്തിനല്ല ഒന്നാമത്തെ കാരാഗ്രഹവാസം വീട്ടിൽ കിടക്കുക, രണ്ടാമത്തേത് കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. അവിടെ കിടന്നുകൊണ്ട് പുള്ളി ചിന്തിച്ചു, എന്തിനാണ് അവിടെ കൊണ്ടിട്ടത്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കടക്കുന്ന കാരാഗ്രഹത്തിന്റെ ഭിത്തിയിൽ ഒരു പേപ്പർ എഴുതി ഒട്ടിച്ചിരിക്കും. അങ്ങനെ കുറ്റവാളിയാണ് അതിനകത്ത് ശരി കളിക്കുമ്പോഴേ പട്ടാളക്കാർ അവരുടെ കുറ്റം പേപ്പർ എഴുതി എന്ത് ചെയ്യും? ഒരു മയക്കത്തിന് ശേഷം പൗലോസ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭിത്തിയിൽ ഒരു ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നു. അത് വായിച്ചപ്പോൾ പൗലോസിന്റെ മേൽ ചക്രവർത്തി ചുമത്തിയ കുറ്റമാണ്. ആ കുറ്റം എന്നാണെന്നറിയാമോ? രണ്ട് വക്കീലന്മാരെ വെച്ച് വാദിച്ചു ഊരിക്ക് പുറത്തിറങ്ങുന്നത് ഒരു പെറ്റി കേസല്ല ചുമത്തിയിരിക്കുന്നത്, മറിച്ച് രാജ്യദ്രോഹ കുറ്റമാണ്. മറ്റൊരു മതം പണിയിപ്പിച്ചു, ഒരു നഗരത്തെ തീവച്ച് നശിപ്പിച്ചു എന്ന രാജ്യദ്രോഹ കുറ്റം തന്നെ മേൽ ചുമത്തി ചക്രവർത്തി പൗലോസിനെ ചെയ്തിരിക്കുന്നു. അപ്പൊ കുറ്റസംഗതി വായിച്ചപ്പോ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. ജീവനോടെയാണ് തടവറയിൽ വന്നത്, തിരിച്ചു പോകുന്നത് മരിച്ചവനായിട്ടാണ്. ഒറ്റ തടിയായിട്ടാണ് കാരാഗ്രഹത്തിൽ വന്നത്, തിരിച്ച് പോകുന്നത് രണ്ട് കഷണമായിട്ടാണ്. അപ്പൊ തണുപ്പിന്റെ തടവറയിൽ കിടന്ന പൗലോസ് മരണത്തെ കണ്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നല്ലൊരു ഹല്ലേലൂയ പറ. മരണത്തിന്റെ തണുപ്പിനെ തകർക്കാൻ കഴിയാത്ത ജീവന്റെ പ്രത്യാശ ഇന്ന് മുതൽ അകത്ത് തുടിക്കുന്ന ദൈവത്തിൽ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതം വിജയിച്ചുവെന്ന് ഞാനല്ല, ബൈബിളാണ് പറയുന്നത്. തടവറയിൽ കിടക്കുന്ന പൗലോസ് മരണത്തെ കണ്ടു. നാളികേരം മൂട് പോലെയുള്ള പല്ലുകൾ കാട്ടി പൗലോസിനെ വിഴുങ്ങ കടിച്ചു വീഴാൻ വായി തുറന്നു നിൽക്കുന്ന ഒടുക്കത്തെ ശത്രുവായ മരണത്തെ പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് അകത്തെ കണ്ണുകൊണ്ടും കണ്ടു, പുറത്തെ കണ്ണുകൊണ്ടും കണ്ടു. മാത്രമല്ല, പുറത്ത് പട്ടാളക്കാര് വാളിലാകുന്ന ശബ്ദം പൗലോസിന്റെ കാതിൽ കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ വാളിലാകുന്നത് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പൗലോസ് എന്ന ദൈവഭക്തന്റെ പിടലി കണ്ടിക്കാൻ, കരുത്ത് വെട്ടിക്കളയാൻ നീരോടുള്ള പട്ടാളക്കാര് പുറത്ത് ഈർച്ചവാളിലാക്കി കൂട്ടുന്ന ശിൽക്കാര ശബ്ദം മരണത്തിന്റെ മണികളായി തടവറയിൽ കിടക്കുന്ന പൗലോസിന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. തനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ മരണം ഉറപ്പാ. അതാ പറയുന്നത്, എന്റെ നിര്യാണ കാലം എന്ന് പറഞ്ഞേ. മരണത്തെ മുമ്പിൽ കണ്ട പുള്ളി ഫോൺ വിളിച്ചില്ല, മരണത്തെ മുമ്പിൽ കണ്ട പുള്ളി സഹായത്തിന് അന്വേഷിച്ചില്ല. മരണത്തെ മുമ്പിൽ കണ്ട ആ മനുഷ്യൻ അവൻ പ്രാണഭയത്തിൽ സമരത്തെ അലറിയില്ല. മരണത്തെ മുമ്പിൽ കണ്ട മനുഷ്യന്റെ മുഖം എന്റെ മുഖം പോലെയല്ല, നിങ്ങളുടെ മുഖം പോലെയല്ല. ആ മുഖത്ത് വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവതേജസ്സാണ്. അവിടെ കിടന്നുകൊണ്ട് മരണത്തെ നോക്കിയിട്ട് പുള്ളി പറയുക, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടോ, നിനക്കെന്നെ അടക്കി വെക്കാൻ പറ്റത്തില്ലടോ, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലടോ, നിനക്കെന്നെ അസ്തമിക്കാൻ പറ്റത്തില്ലടോ. എന്നിട്ട് മരണത്തെ നോക്കി അദ്ദേഹം പറയുക, ചെയ്യേണ്ടതല്ല ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. മരണത്തെ നോക്കിയാ പറഞ്ഞത്, ഞാൻ നല്ലപോ പിന്നെ ഓട്ടം പിന്നെ വിശ്വാസം. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് നിശബ്ദനായി. എന്നിട്ട് ആ ജനാലകൾക്കിടയിലൂടെ ആകാശത്തിലേക്ക് നോക്കി, അനന്തവിഹായസിലേക്ക് 1
പൊരുതിയ തനിക്ക്, വിശ്വാസം കാത്ത തനിക്ക് അക്കരെ നാട്ടിൽ ഉടമസ്ഥൻ വെച്ചിരിക്കുന്ന നീതിയുടെ വാഴാത്ത കിരീടത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അടവയിൽ കിടക്കുന്ന മനുഷ്യൻ ഒന്ന് കണ്ടു. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മഹാപ്രതിഫലത്തെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമേ, ആ പ്രതിസന്ധികളെ ആനന്ദമാക്കാൻ, ആ പ്രതിസന്ധിയെ ആഹ്ലാദമാക്കാൻ ഇന്ന് ഭയങ്കര കഴിയും. ഭക്തൻ കഷ്ടത്തെ നോക്കി പറയും, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധി തേജസ്സിന്റെ നിത്യഘനമാണ്. ശൂന്യതയിലേക്ക് തടവറയിൽ കടന്നു നോക്കി, എന്നിട്ട് വിശ്വാസ കണ്ണുകൾ കൊണ്ട് തനിക്ക് താരം വെച്ചിരിക്കുന്ന ആ പ്രശംസതയുടെ നീതിയുടെ വാഴാത്ത കിരീടത്തെ ഒന്ന് കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുക, ആമേൻ, ഞാൻ നല്ല ഓർമ്മയിൽ വളരെ വിശ്വാസം എന്നിട്ട് പറയുക, അതുകൊണ്ട് നീതിയുടെ കിരീടം ഞാൻ അവിടെ ചിലപ്പോൾ ഉണ്ടാക്കി തരുമെന്നല്ല, എനിക്കായി അവിടെ അങ്ങനെ വെച്ചേക്കത്തില്ല. ഞാൻ തികച്ചവിടെ ചെല്ലുമ്പോ അതെന്റെ തലയിലേക്ക് അവൻ ചൂടിക്കും. എനിക്ക് മാത്രമല്ലെന്ന് അവന്റെ വരവിന്റെ പ്രത്യാശ വെച്ച ഞാൻ പറയുക, ഈ മരണസമയത്ത് പറഞ്ഞ ഒരു 3 വാക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. പാവനമാകുന്ന തിരുവേഷം നമ്മുടെ മുമ്പിലുള്ളത്. ഓരോ മരണത്തിന്റെ മുമ്പ് പറഞ്ഞ 3 വാക്ക്, ആ മരണത്തിന്റെ പർട്ടിക്കുലർ ടൈമിൽ അദ്ദേഹം പറഞ്ഞ ഒരു 3 വാക്ക്. നല്ലപ്പോൾ ഒരു ഓട്ടം, വിശ്വാസം. ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങോട്ട് ആരെങ്കിലും പറയുന്ന വലിയ പ്രത്യാശ അടുത്ത് നിൽക്കുന്നവരുടെ കണ്ണു കൊണ്ടുവന്ന് ചീത്ത വിളിച്ചിട്ട് മരിച്ചവരുണ്ട്. ജന്മദിവസത്തെ ശാപിച്ച് മരിച്ചവരുണ്ട്. ചിലരുടെ പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വശങ്ങളൊന്നും അറിയില്ല. എന്റെ ഒരു സ്നേഹിതൻ ഒരു മരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരമ്മ മരിക്കും, ഒരു വലിയമ്മ മരിക്കുക. അവർക്ക് ഈ പെട്ടെന്ന് സ്റ്റോപ്പ് വന്നത് 2 കാലും 1 കൈയും സ്വാധീനം നഷ്ടപ്പെട്ടു. 1 കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ. നാട്ടിന് കുഴപ്പമൊന്നുമില്ല, കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല. ബന്ധുക്കളൊക്കെ കാണാൻ പറ്റും. ഇവിടെ പൈസ തീരും, 1000 500 അവർ പോയി കഴിയുമ്പോൾ ആരും അറിയാതെ ബന്ധമടി കയറ്റി മക്കൾക്കൊന്നും ഉദ്ദേശിമാരൊക്കെ വരും, മിണ്ടത്തില്ല. മരണപ്രായ വരെ പുള്ളി ഒരു ദിവസം പെട്ടെന്ന് മരിക്കുന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ അയ്യോ വെള്ളം തായോ എന്റെ കർത്താവേ എന്നല്ല, ആവുന്ന കാലം മെത്തക്കടിയിലോട്ട് ഇടിച്ചു കെട്ടി വലിച്ചെടുത്തപ്പോൾ ആ കരത്തിൽ ഒരു പിടി 500 കൊണ്ട് കിട്ടി.
ദൈവമേ അറിഞ്ഞില്ല ബഹുമാനപ്പെട്ട മോദി 1500 നിരോധിച്ചത്. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഇവർ പോയത്. അപ്പൊ മരിക്കാൻ നേരത്തെ മനുഷ്യൻ എന്തെല്ലാം വെപ്രാളം കാട്ടിക്കൂട്ടുന്നത്. ഇന്നലെ നാളെ മരണം നമ്മളെ പുലുകും. ഒരു നല്ല പ്രത്യാശയുള്ള അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അതാ മോശം പറഞ്ഞേ, ഞങ്ങളുടെ നാളുകൾ എത്രയെന്ന് അറിയാൻ എന്തുവാ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ. ഭക്തനായ മോശയുടെ അന്ത്യത്ര സുന്ദരമല്ലേ. എല്ലാം കണ്ടു, എല്ലാം അനുഭവിച്ചു, എല്ലാം പ്രാപിച്ചു. വന്ന വഴികളെല്ലാം കണ്ടിട്ട് ആ കൊടുമുടിയിലേക്ക് കയറിപ്പോയ എന്തിന്? മരിക്കാൻ. സ്തോത്രം. കാരണം പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നിങ്ങൾ ആയുസ്സോടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർമ്മിക്കട്ടെ. അല്ല, നാം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വരട്ടെ. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ആദ്യ ഫലമുണ്ട്. ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്ന ഒരു കുടുംബം, അനുഗ്രഹീതനായ ഒരു പിതാവ്. അവരെല്ലാം അമേരിക്കയിലാണ്. 60 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. ഞാനത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ അമ്മച്ചയൊക്കെ പറയാറുണ്ട്, മരിച്ചു. സഭാരാധനയിൽ സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞ് വിശ്വാസ സമൂഹം മുഴങ്കാലം മുടക്കി ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് സഭായത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭക്തനായ പിതാവ് മുഴങ്കാലിൽ നിന്ന് സഭ കേൾക്കെ 3 വട്ടം വിളിയിട്ടു. എന്തോ 3 വട്ടം വിളി. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, എന്നെ വിളിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രത്യാശയോടെ വിട വാങ്ങിയവരും പൗലോസ് തന്റെ മരണസമയത്ത് 3 കാര്യമാണ് പറഞ്ഞത്. നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു. അതിന് 3-1 നമുക്ക് ചിന്തിക്കാം. അവസാനത്തെ ഭാഗം വിശ്വാസം കാത്തു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇത്ര ശക്തിയുള്ളൂ. അപ്പൊ ഈ വിശുദ്ധ സഭാരാധനയിൽ ഞാൻ നിങ്ങളെ അല്പനിമിഷം പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതിന്റെ തലക്കെട്ട് വിശ്വാസം കാക്കുന്നവരായിരിക്കുക. എന്താണ് വിശ്വാസം? ഹല്ലേലൂയ. വിശ്വാസത്തെ കാക്കുന്നവരായിരിക്കുക. എന്താ പേര് വിശ്വാസം? എന്താ വിശ്വാസം എന്ന് സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. വിശ്വാസ സംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ പ്രബുദ്ധരാണ്, ശക്തരാണ്, അറിവുള്ളവരാണ്, കരുത്തരാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എന്താണ് വിശ്വാസം? വേദപുസ്തകം നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന എത്രയോ ഉപമകൾ സുവിശേഷത്തിന്റെ തങ്കത്താളുകളിലുണ്ട്. നമ്മുടെ വിശ്വാസത്തെ അരങ്ങിട്ടുറപ്പിക്കുന്ന എത്രയോ പ്രബോധനങ്ങൾ ലേഖനങ്ങളുടെ സ്വർണ്ണത്താളുകളിലുണ്ട്. വായിച്ചിട്ടില്ലേ? വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായെ അടച്ചു, വിശ്വാസത്താൽ അവർ പട്ടണങ്ങളെ പിടിച്ചടക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ത്തലയിൽ നിന്നും ഒഴിവുള്ളവരാണ്. എന്റെ ഉണ്ടായിരിക്കണേ. നമുക്ക് മുമ്പ് കർത്താവിന് വേണ്ടി നിന്ന വിശുദ്ധന്മാർ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചത്. ഒരു സ്തോത്രം പറഞ്ഞേ. എങ്ങനെയാ സിംഹത്തിന്റെ വായടച്ചത്? വിശ്വാസത്താൽ. കരബലം കൊണ്ടല്ല, കായിക ബലം കൊണ്ടല്ല, നെയ്വഴക്കം കൊണ്ടല്ല, മാരകായുധങ്ങൾ കൊണ്ടല്ല. നമ്മുടെ പിതാക്കന്മാർ സിംഹത്തിന്റെ വായ അടച്ചത് വിശ്വാസത്താൽ. എന്തുപോലെ വിശ്വാസത്തിന് ചില സിംഹങ്ങളുടെ വായ അടപ്പിക്കാൻ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവ് വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ശക്തിപ്പെടുക. വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു. ആമേൻ. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ത്തലയിൽ നിന്നും ഒഴിവുള്ളവരാണ്. അപ്പൊ എന്താ ശക്തിയാണ് വിശ്വാസത്തിന്? ചിലതിനെ കെടുത്തി കളയാൻ വിശ്വാസത്തിന് കഴിയും. ചിലതിനെ പിടിച്ചടക്കാൻ വിശ്വാസത്തിന് കഴിയും.
ചിലതിന്റെ വായ അടപ്പിക്കാൻ വിശ്വാസത്തിന് കഴിയും. ചിലതിനെ ജയിക്കുവാൻ വിശ്വാസത്തിന് കഴിയും. ചിലതിന്റെ വായ്ത്തലയെ ഓടിച്ചു കളയാൻ വിശ്വാസത്തിന് കഴിയും. അതുകൊണ്ട് ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇതുവരെ പ്രവേശിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ധരിക്കുന്നവരാകുക, വിശ്വാസത്തിൽ ശക്തിയുള്ളവരാകുക, വിശ്വാസത്തിൽ ബലമുള്ളവരാകുക, വിശ്വാസത്തിൽ ഊർജ്ജമുള്ളവരാകുക. സിംഹത്തിന്റെ വായ അടച്ചു വിശ്വാസത്താൽ. അക്ഷരികമായി പറഞ്ഞാൽ എത്ര ബലവാനാണ് സിംഹം, എത്ര കരുത്തനാണ് സിംഹം അല്ലേ? അവന്റെ കൈ ഉരുക്കുപോലല്ലേ, അവന്റെ പല്ലിൽ നഖവും കാര്യം പോലല്ലേ, അവന്റെ ഗർജനത്തിൽ കാട് കാക്കിലെ ജീവികളും നടന്നുകയും അവന്റെ ഗർജനത്തിൽ മരകരകൾ മുഴപ്പനം കൊള്ളുകയും കരയിലെ വലിയ ജീവിയായ ആരെ അവന്റെ നേരെ വരത്തില്ല. ആക്കമുള്ള ഉശിയുള്ള കാട്ടുപോത്ത് കാട്ടാമലം അവന്റെ നേരെ വരികയില്ല. അത്ര കരുത്തനാണ്. അതുകൊണ്ടാണ് അവനെ കാട്ടിലെ രാജാവാക്കി വെച്ചിരിക്കുന്നത്. ആ കരുത്തനാം സിംഹത്തിന്റെ വായെ നമുക്ക് മുമ്പ് കർത്താവിനെ ആരാധിച്ച വിശുദ്ധന്മാർ അടച്ചു കളഞ്ഞത് വിശ്വാസത്താൽ. എന്ന് പറഞ്ഞാൽ നിന്നെ കടിച്ചു കീറുവാൻ, നിന്റെ അവകാശങ്ങളെ കടിച്ചു കീറുക, നിന്റെ വാഗ്ദത്തത്തെ കടിച്ചു കീറുക, നിന്റെ വിടുതലുകളെ കടിച്ചു കീറുക, നിന്റെ നിലവറകളുടെ ഭാവി പദ്ധതികളെ കടിച്ചു കീറുക. സിംഹത്തെ പോലെ വായി തുറന്നു നിൽക്കുന്ന അമ്പതായ മണ്ഡലങ്ങളെ വായി അടപ്പിക്കുക. നിന്റെ അകത്ത് ദൈവം ഭാവി കളിപ്പിച്ച വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ അകത്തുണ്ടെങ്കിൽ ഇതുവരെ തീരുമാനിക്കണം. ഞാൻ ഈ വിശ്വാസത്തെ സംരക്ഷിക്കും, ഞാൻ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടും. നമ്മുടെ വിശ്വാസം വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ദൈവമൈതന് ഏറ്റവും അധികമായിട്ട് വേണ്ടിയത് വിശ്വാസമാണ്. എന്ത്? വിശ്വാസത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാണ്, പവർഫുള്ളാണ്. നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ അകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് കരുത്തുണ്ട്. അതുകൊണ്ട് അതിന് വളമിട്ട് വെള്ളമൊഴിച്ച് അതിന് വേണ്ടുന്ന പരിചരണം കൊടുത്ത് വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ശക്തിപ്പെടുത്തണം. വിശ്വാസത്തിൽ നിങ്ങൾ തളർന്നു പോകരുത്, വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. കലമുയർത്തി കലേറിയ പറഞ്ഞാൽ ഈ ബൈപ്പാസിനേക്കാൾ പവറാണ് വിശ്വാസത്തിന് കേട്ടോ. ആൻജിയേക്കാൾ പവറാണ് വിശ്വാസത്തിന്. റേഡിയേഷനേക്കാൾ കീമോയേക്കാൾ പവറാണ് വിശ്വാസത്തിന്. വീര്യമുള്ള ആന്റിബയോട്ടിക്കിനേക്കാൾ ശക്തമാണ് വിശ്വാസം. ഏതും മാറാ രോഗത്തിന്റെ കുലിക്കും വലിച്ചെറിഞ്ഞ വിശ്വാസത്തിന് കരുത്തുണ്ട്. ഭയങ്കര ഔഷധമാണ് വിശ്വാസം. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം ആ മലയോടെ ചാടി കടലോട്ട് പോകാൻ പറഞ്ഞാൽ അത് കടുകുമണിയാണ്. എത്ര വേണം? ഇന്നലെ കർത്താവ് അതിന്റെ മർമ്മം പറയുന്നത് ഈ കടുക് ചെറിയ ധാന്യമാണ്, എങ്കിലും വയലിൽ വീണ ശേഷം വളർന്ന വയലിലെ സകല സസ്യങ്ങൾക്കും മുകളിലെത്തും. കടുക് ധാന്യങ്ങളിൽ ചെറുതാണെങ്കിലും വയലിൽ വീണ ശേഷം ആ ചേറ്റുകണ്ടത്തിന്റെ പ്രതികൂല അനുകൂല സാഹചര്യങ്ങളെ താണ്ടി പുറകുട്ടി വളർന്ന് അവൻ തലപൊക്കിയിട്ട് വയലിലെ സകല സസ്യങ്ങളിലും ആ മുകളിലെത്തും. കടുകുമണിയോടുള്ള വിശ്വാസം, വളരുന്ന വിശ്വാസം. മുമ്പിൽ മലയാണോ? മലയുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം കടുകുമണിയുടെ മുകളിലോ? ആ കടുകുമണി വളർന്ന് വയലിലെ സകല സസ്യങ്ങൾക്ക് മുകളിൽ കയറുന്ന പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയാകുന്ന മലയ്ക്ക് മുകളിൽ നിന്റെ വിശ്വാസം വളർന്നു കയറണം. മലയെ നോക്കി അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോരാൻ പറഞ്ഞ രോഗമാകട്ടെ, അപകടമാകട്ടെ, കടമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ആ മലകളും കാവലേർപ്പെടുത്തുന്നില്ല. ഭൂമിയിൽ മനുഷ്യൻ കാവലേർപ്പെടുത്തുന്നത് നഷ്ടപ്പെടാൻ, അപഹരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാണ്. 2000 കൊല്ലം മുമ്പ് ഒരു വലിയ മനുഷ്യൻ പറയുക, ഞാൻ എന്റെ വിശ്വാസത്തെ കാത്തു. കല്ലേറിയ പറഞ്ഞാട്ടെ. അത് പറയണമെങ്കിൽ തന്റെ വിശ്വാസം അപഹരിക്കപ്പെടാൻ, തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തന്റെ വിശ്വാസത്തെ. ഞാൻ ആ ഭാഗമൊന്ന് ചിന്തിച്ചപ്പോൾ പൗലോസിന്റെ വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക ക്രമത്തിൽ, പൗലോസിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയത്തക്ക നിലയിൽ
യാതൊരുവരും പ്രശ്നങ്ങൾ തന്റെ വിശ്വാസത്തിനെതിരെ പറിച്ചു കളയത്തക്ക ക്രമത്തിൽ, ഇളക്കി കളയത്തക്ക ക്രമത്തിൽ, മറിച്ചിടത്തക്ക ക്രമത്തിൽ പൗലോസിന്റെ വിശ്വാസത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശാനമലനാണ് അടിച്ചത്. ഈശാന അവിടെയൊക്കെ താൻ എന്ത് കാത്തു? വിശ്വാസം. എന്നിട്ട് മരണത്തിന്റെ തൊട്ടു മുമ്പ് പറയുക, ഞാൻ എന്റെ വിശ്വാസത്തെ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ 32 വർഷമായി 33 വർഷമായി ശുശ്രൂഷയിലും വിശ്വാസത്തെ ഒത്തിരി ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി. ഞാനിവിടെ നിന്നുകൊണ്ട് 33 വർഷം പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയ കാറ്റും കോളം തിരമാലയെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ നിന്നും എന്നെ തകർത്ത് കളയത്തക്ക ക്രമത്തിൽ വലിയ കാറ്റൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. നാളെ അടിക്കരുതേ എന്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? വിശ്വാസത്തിൽ നിന്ന് പറിച്ചു കളയത്തക്ക കാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ സോഫൊക്കെ കണ്ടിട്ട് വലിയ കാറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അതിനുമായിട്ടുള്ള ഒരാളൊന്നും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെയോ നിങ്ങളെ പോലെയല്ല. തന്റെ വിശ്വാസത്തിൽ നിന്നും തന്നെ പറിച്ചു കളയത്തക്ക നിലയിൽ ഉഗ്രശക്തിയുള്ള കൊടുങ്കാറ്റുകൾ, ഈ സകലമൂലങ്ങൾ ഒന്നല്ല, 9 അല്ല, 50 അല്ല, 6 വരികൾക്കെതിരെ അടിച്ചു. അവിടെയൊക്കെ നീതി കാക്കുന്നത് പോലെ ഒരിക്കലായി ഫലമേൽപ്പിച്ച ആദിവിശുദ്ധ വിശ്വാസത്തെ പൗലോസ് കാത്തു. അത് മരണത്തിന്റെ തൊട്ടു മുമ്പ് പ്രാഗത്ഭ്യത്തോടെ പറയുക, ഞാൻ എന്റെ വിശ്വാസം കാത്തു. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒന്ന് ശ്രദ്ധിച്ച്, പൗലോസിന്റെ വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക ക്രമത്തിൽ ആഞ്ഞടിച്ച 1-2 പ്രശ്നത്തെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പരിചയപ്പെടുത്തട്ടെ. 4-ാം അധ്യായം വിട്ട് എങ്ങും പോകുന്നത്. ഈ 4-ാമത്തെ അധ്യായത്തിൽ നിന്നും ഒരു 5 വാക്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ 5 വാക്യത്തിന്റെ പശ്ചാത്തലം പൗലോസിന്റെ വിശ്വാസം തകർത്ത് കളയത്തക്ക ക്രമത്തിൽ തന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ച 5 വമ്പൻ പ്രശ്നങ്ങളാണ് ഈ 5 വാക്യത്തിന്റെ പശ്ചാത്തലം. ഞാനത് പരിചയപ്പെടുത്താം. വാക്യം 1 4:10, 2 4:13, 3 4:14, 15, 4 4:16, 17, 5 4:20. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 1 4:10, 2 4:13, 3 4:14, 15, 4 4:16, 17, 5 4:20. ഈ 5 വേദഭാഗങ്ങൾ ധ്യാനാത്മകമായി ഞാനെന്ന് അപഗ്രഥിച്ചപ്പോൾ ഈ 5 വാക്യത്തിലെ ധ്യാനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പൗലോസ് എന്ന വിശ്വാസവീരന്റെ വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ തന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ച സംഹാരശേഷിയുള്ള വമ്പൻ കാറ്റുകളാണ് ഈ 5 വാക്യങ്ങൾ. പറഞ്ഞാട്ടെ, അതിലൊന്നിനാണ് ഞാനത് പരിചയപ്പെടുത്താനുള്ള കാരണം, നാളെ നമ്മുടെ വിശ്വാസത്തിനെതിരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാറ്റുകൾ ഒന്നടിച്ച ആ അടിച്ച കാറ്റുകളിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുക. ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്നെങ്കിൽ അത് ദൈവകൃപയാണ്. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം വേഗമായി കുറച്ച് സമയം ഹൃദയം തകർന്നാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രിയ മകൻ തിമോഥെയോസിനെ എഴുതുന്നത്. മക്കളെ, വേഗത്തിൽ എന്റെ അടുക്കൽ വരാൻ നീ ഉത്സാഹിക്കാം. ഇത് പറയുമ്പോൾ ഹൃദയത്തിന് പടപ്പോ നിങ്ങളൊന്നുമില്ല. അടുക്കൽ പൊട്ടി തകർന്നാണ് താൻ പറയുന്നത്. അടുക്കൽ പറയുമ്പോൾ മാറത്തൊന്ന് അടിക്കണമെന്നുണ്ട്. മാറത്തടിച്ചാലും നമ്മൾ കണ്ടില്ലല്ലോ. അടുത്തത് പറയുമ്പോൾ പല കാരാഗ്രഹത്തിന്റെ ഭിത്തികൾ ഇടിപ്പിക്കണമെന്ന് തോന്നിക്കാണും, ഇടിപ്പിച്ചു കാണും നമ്മൾ കണ്ടില്ലല്ലോ. അടുത്തത് പറയുമ്പോൾ ഒന്ന് പൊട്ടി അലറിക്കറിയണമെന്നുണ്ട്, കരഞ്ഞു കാണും. അടുത്ത എന്താ പറയുന്നത്? ദേവാസ് ഉണ്ടല്ലോ, ദേവാസ് അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് എവിടേക്ക് പോയി?
ശാരീരികതയിലേക്കുള്ള പോക്ക് അല്ല. ദേവാസ തെസ്സലോനിക്കയിലേക്ക് പോയത് കൊണ്ട് പൗലോസിന്റെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കാനാ? കൃപയാൽ ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ് ദേവാസിന്റെ പോക്ക്. ആമേൻ. നമുക്കെതിരെ പിശാച് പോരാട്ടങ്ങൾ അഴിച്ചുവിടുമ്പോൾ ആ അഴിച്ചുവിടുന്ന പോരാട്ടത്തിൽ അവന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ശാരീരികമായി സാമ്പത്തികമായി കുറച്ച് ക്ലേശിപ്പിക്കുക എന്നതല്ല. നമ്മുടെ പ്രത്യാശ ചോർത്തിക്കളയുക, നമ്മുടെ കൃപ ചോർത്തിക്കളയുക, നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടിക്കോണം. എന്ത് പോരാട്ടം വന്നാലും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകത്തില്ലെന്ന് തീരുമാനമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. നിന്റെ സകല പ്രതികൂലങ്ങളും നിനക്ക് അനുകൂലമാകാൻ പോവുക. നിന്റെ സകല കൈപ്പുകളും നിനക്ക് മധുരമാകാൻ പോവുക. നിന്റെ സകല താഴ്വരകളും നിനക്ക് സമൃദ്ധികളും നേടാൻ പോവുക. നിന്റെ സകല നഷ്ടങ്ങളും ലാഭങ്ങളായി മാറാൻ പോവുക. നിന്റെ സകല ഇടങ്ങളും കത്തിച്ച പോലെ പ്രകാശിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ പറയുന്നത് വിശ്വാസത്തിൽ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഓരോ ദിവസവും കരുത്തോടെ ശക്തിപ്പെട്ടോളം രാമൻ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇച്ചിരി കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകുക. ദോശ മറിച്ചിടുന്നത് പോലെ വിശ്വാസത്തെ മറിച്ചിട, ചെടി പറിച്ചു കളയുന്ന പോലെ വിശ്വാസത്തെ പറിച്ചു കളയ. നിന്റെ ക്രിസ്തീയ പ്രത്യാശക്കെതിരെ പോരാടുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ ഈ മകരത്തിന്റെ പ്രയാസം നിനക്കൊരു ജയം നൽകുമെന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങളെ അകറ്റുന്നത്. ഉള്ളിൽ പടഞ്ഞ മകൻ തിമോഥെയോസിന് എഴുതുന്നത് കുഞ്ഞേ, ദേവാസുണ്ടല്ലോ, അവൻ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് എവിടേക്ക് പോയി? വെറുതെ പോയതല്ല, ഈ ലോകത്തെ ലോകസ്നേഹവും ദൈവസ്നേഹവും ഒരുമിച്ച് നിൽക്കുകയല്ല. ലോകസ്നേഹവും ദൈവസ്നേഹവും ശത്രുത്വമാണ്. ലോകസ്നേഹമുള്ളവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവസ്നേഹമുള്ളവന് ലോകത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്ന ഒരു ഘടകമാണ് ലോകസ്നേഹം. നിങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. ആമേൻ. പാടി ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രലാപങ്ങൾ ഓടിയോടും കൂടെ എന്നെ പാടി കരമടിച്ച് ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രലാപങ്ങൾ ഓടിയോടും കൂടെ എന്നെ വിശ്വാസത്തിനും ദൈവസ്നേഹത്തിനും എതിരാണ്. ദേവാസ് ഈ ലോകത്തെ സ്നേഹിച്ചത് കൃപ വിട്ടു, എന്നെ വിട്ടു, വിശ്വാസം വിട്ടു, ഇവിടേക്ക് പോയി. അതാരായി ദേവാസ്? അത് പറഞ്ഞാൽ നിർത്താം. ലോകസ്നേഹം അകത്തോട്ട് കയറി, വിശ്വാസം വിട്ട്, ദൈവത്തെ വിട്ട്, സഹോദരനെ പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയ ദേവാസ് ആരാ? ചെറിയ പുള്ളിയല്ല. ഒരു കാര്യം, ദേവാസ് എന്തിനാണ് തെസ്സലോനിക്കയിലേക്ക് പോയത്? ദേവാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് ഒരു യോഗം കൂടാതെ യോഗം നടത്താനോ ബൈബിളായി പഠിക്കാനോ പുതിയൊരു വേല ആരംഭിക്കാനോ അല്ല. ദേവാസ് തെസ്സലോനിക്കയിലേക്ക് പോയത് വിശ്വാസം വിട്ട്. എങ്ങനെയാ പോയത്? ആരാ ദേവാസ് എന്ന് കേട്ടോടെ? ഈ ഫിലെമോൻ ലേഖനം 24-ാം വാക്യത്തിൽ വായിക്കണ്ട, കൊലോസ്യ ലേഖനം 4-4 രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരായിരുന്നു ദേവാസ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും കേട്ടോ. ഈ രണ്ട് വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആരായിരുന്നു ദേവാസ് എന്ന് ഒറ്റ വാക്ക് പറയാം. ഒന്ന് ശ്രദ്ധിച്ച്. ഒന്ന്, കർത്താവിന്റെ മഹത്വമുള്ള വേളയിൽ പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് ആര്? സുവിശേഷമായി പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു ആര്?
ഒരു വലിയ മനുഷ്യനായിരുന്നു. ആര്? പിന്നെ പൗലോസിന്റെ കാരാഗ്രഹ ദാസകാലത്ത് പൗലോസിന്റെ അമ്മ കാരാഗ്രഹത്തിൽ കിടന്ന മനുഷ്യനാണ്. ആര്? പറ. ലോകസ്നേഹം അകത്തോട്ട് കയറി വിശ്വാസം വിട്ട് തെസ്സലോനിക്കയിലേക്ക് ഓടിപ്പോയ ഈ ചെറുപ്പക്കാരൻ നിസാരക്കാരനല്ല. കാലങ്ങളുടെ കരുത്തനായ ഒരു സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കഷ്ടമനുഭവിച്ച മനുഷ്യൻ. കണ്ടോ? ആ കരുത്തനായ മനുഷ്യൻ വിശ്വാസം വിട്ട് പോയി. എന്റെ പ്രിയരെ, ഈ ലോകത്തിൽ ദേവാസമാര് കൃപ വിട്ടു പോയിക്കൊണ്ടിരിക്കുക. ഒരാൾ പാടിയിട്ട് ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാര് പലരും അന്യരായിക്കൊണ്ടിരിക്കുക. ഹൃദയത്തിലെ തീരുമാനം ഒന്നായിരിക്കണം. പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി, പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി, അനുഭവിച്ച ആത്മീയ സന്തോഷത്തിന് വേണ്ടി അന്ത്യം വരെ പട്ടണങ്ങളെ വെക്കാൻ പറ്റിയില്ലെങ്കിലും, രാജ്യങ്ങളെ പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിലും, ആയിരങ്ങളെ നേടാൻ പറ്റിയില്ലെങ്കിലും, കേരളമാരുടെ അതിർത്തിയിൽ പേര് വന്നില്ലെങ്കിലും, രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലും, പ്രാപിച്ച ദൈവകൃപയ്ക്കും വിശുദ്ധിക്കും വേണ്ടി അന്ത്യം വരെ എനിക്ക് വിശ്വസ്തനായി നിൽക്കണമെന്ന് സമർപ്പണമായ ദൈവമക്കൾ നിലനിൽക്കുന്നത്. അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അന്ത്യം വരെ വിശ്വസ്തനായി നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ദേവാസ തെസ്സലോനിക്കയിലേക്ക് പോകേണ്ട വിശ്വാസമുണ്ട്. ദേവാസ തെസ്സലോനിക്കയിലേക്ക് പോകാനുള്ള കാരണമല്ല ഞാൻ തിരിഞ്ഞു തിരിഞ്ഞല്ല. കാരണം ചിന്തിച്ചപ്പോൾ വെറുതെ പുള്ളി പോയത് ന്യായമായ രണ്ട് കാരണമാണ്. ചിലരോട് ഞാൻ വിശ്വാസം വിട്ടു പോയത് വെറുതെ ബന്ധുക്കോസ് വിട്ടു പോയത് ന്യായമായ ഒരു വലിയ സ്നേഹിതനുണ്ട്. അദ്ദേഹം നല്ല ശുശ്രൂഷയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ വ്യാഴാഴ്ച പ്രാർത്ഥന ഇപ്പോഴും പ്രാർത്ഥന ഇന്നലെ ഉണ്ടായി. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വെളുത്തും വരുന്നുണ്ട്. 2 വർഷം മുമ്പ് എൻ്റെ വീട്ടിലെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. നല്ല തീപ്പൊരി ശുശ്രൂഷ, ഭൂതമൊക്കെയുള്ള ഭയങ്കര ഭൂതൽ ഇതിന് അഭിഷേകം കാണിക്കും. നല്ല ശക്തമായ ദൈവം ഉപയോഗിക്കപ്പെട്ട ചെറുപ്പക്കാർ. സമീപകാലത്ത് അദ്ദേഹം പിന്മാറിപ്പോയി. വിശ്വാസത്തിൽ നിന്നും ഞാൻ രോഗം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നമ്മുടെ സ്ഥലത്തിന് മീൻ്റെ വില പറയും. എനിക്കത് കേട്ടാൽ വലിയ സംഭവം. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് വരാൻ ഓടി വന്നു. ഓടി വിശേഷമൊക്കെ ചോദിച്ചു. ഞാനപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, ഒന്നും ദൈവാസനെ ദൈവകരങ്ങൾ എത്ര ശക്തമായി പരിപാലനപ്പെട്ട നിങ്ങൾക്ക്, അനേകരെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന നിങ്ങൾക്ക് എങ്ങനെ ദൈവങ്ങൾ വിട്ടു പോകാൻ തോന്നി? അദ്ദേഹത്തോട് പറഞ്ഞത് വെറുതെ ന്യായമായ ചില കാരണം, വിശ്വാസം വിട്ടുപോകാൻ ന്യായമായ ചില. ഞാൻ അദ്ദേഹത്തിന് മടങ്ങിവരവരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേവാസേ, നീ വിശ്വാസം വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോകാനുള്ള കാരണമില്ല. ദേവാസയും 2 കാരണമുണ്ട്. എത്ര കാരണമാ? അവനെ ദേവാസേ 2 അല്ല 2 കോടി കാരണം വന്നാലും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ കൃപ വിട്ട് ഒരിക്കലും നീ പോകരുത്. ഈ വിശുദ്ധ പകൽ തിരുവേശയ്ക്ക് മുമ്പിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി എന്ന് പറയുന്നത് 2 അല്ല. വിശ്വാസത്തിൽ നിന്നും പറിച്ചു കളയപ്പെട്ടതിന് 2 കോടി കാരണം വന്നാലും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ കൃപ വിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. വിശ്വാസം വിട്ടു പോകാൻ 2 കാരണം. 1, അദ്ദേഹത്തിന്റെ പട്ടണം തെസ്സലോനിക്ക പട്ടണത്തില് വെള്ളി കുടിച്ച് വെക്കുന്ന ഖനികളുണ്ട്. അപ്പൊ തെസ്സലോനിക്ക പട്ടണത്തിലെ വെള്ളിഖനി ദേവാസിനെ വല്ലാതെ ആകർഷിച്ചു. നരത്തിന്റെ മഞ്ഞ കൂടിയ വെള്ളിഖനി കേട്ടോ. അപ്പോൾ ദേവാസ് കൃപ വിട്ടു പോകാനുള്ള 1ാമത്തെ കാരണം ദൈവീയ ആഗ്രഹം. 2ാമത്തെ കാരണം എന്നറിയാമോ? പ്രാണഭയം. കാര്യം പാർക്കുന്നത് റോമിലാണ്. അത് പൗലോസിന്റെ ഒപ്പം റോമിൽ താമസിച്ച സുവിശേഷ വിരോധികൾ ദേവാസിനെ കൊന്നു കളയുമോ
വിശ്വാസത്തിൽ നിന്ന് പറിച്ചു കളയത്തക്ക നിലയിൽ ഒരു കാരണവും നമ്മെ അനുവദിക്കരുത്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വെള്ളിയെ കുറിച്ചുള്ള മോഹവും പ്രാണനെ കുറിച്ചുള്ള ഭയവും ദേവാസന്റെ അകത്തോട്ട് കയറിയപ്പോൾ അവന്റെ വിശ്വാസം ചോർന്നു പോയ സ്ഥാനത്ത് വിശ്വാസത്തിൽ നിന്ന് പറിച്ചു കളയത്തക്ക നിലയിൽ ഒരുപാട് പ്രാണഭയം, ഒരുപാട് മരണകരമായ ആപത്തുകൾ പൗലോസിന്റെ വിശ്വാസത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ദേവാസിനെ പോലെ കൃപവിട്ടോടിയില്ല, നെഞ്ചു വിരിച്ച് തലവത്തി പിടിച്ച മനുഷ്യൻ ചോദിച്ചു, എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നതെന്ന്. കഷ്ടതയോട് ചോദിച്ചു, ആപത്തോട് ചോദിച്ചു, പട്ടിണിയോട്, വാഴത്തോട്, നഗ്നതയോട്, ഉയരത്തോട്, ആഴത്തോട്, ഇപ്പോഴത്തോട്, വരുവാനോട്, മരണത്തോട് ചോദിച്ചു, എന്റെ കാന്തന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നത് ആര്? ഒരു പ്രതിസന്ധികൾക്കും വേർതിരിക്കുവാൻ കഴിയാത്ത അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാൽ ഈ പ്രവാസകാലത്ത് കഴിക്കണം. കൈകൾക്കൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞോട് വന്നത്, ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ദേവാസിന്റെ പിന്മാറ്റത്തിൽ പൗലോസ് ഉലഞ്ഞു അല്ലേ? കൂടെ നിന്നവൻ, കൂടെ പ്രാർത്ഥിച്ചവൻ, കൂടെ ആരാധിച്ചവൻ വിട്ടിട്ട് പോയെന്നില്ല, കൃപ വിട്ടിട്ട് പോയി, വിശ്വാസം വിട്ട് പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ പൗലോസ് ആടി ഉലഞ്ഞു പോയി. ഒരു കപ്പൽ ഉലയുന്നത് പോലെ, പെരിങ്കാട്ടിൽ ഒരു വൃക്ഷം അടിവേരോടെ ഇളകി ഉലയുന്നത് പോലെ ദേവാസിന്റെ പിന്മാറ്റം പൗലോസിനെ വല്ലാതെ ഉലച്ചെങ്കിലും വിശ്വാസം ഉലഞ്ഞു പോകുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. അവിടെ താൻ തന്റെ വിശ്വാസത്തെ കാത്തു. ഒരു പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ പിന്മാറിപ്പോയേക്കാം, നമുക്ക് മുൻപ് ഇറങ്ങി തിരിച്ചവർ പിന്മാറിപ്പോയേക്കാം. കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് നമ്മെ കാര്യം പിടിച്ച് കൊണ്ടുവന്നവർ നാളെ പിന്മാറിപ്പോയേക്കാം. ആരൊക്കെ വിശ്വാസം വിട്ടുപോയാലും നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കൃപ വിട്ടൊരിക്കലും നാം പോകരുത്. തീരുമാനമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകലിന്റെ വാക്കുകളോട് ചുരുക്കുമ്പോൾ ഹൃദയത്തിൽ ആഴമായ ഒരു തീരുമാനമെടുത്ത് പറഞ്ഞാൽ, കർത്താവിൽ എന്നേക്കാൾ വെളിപ്പാടുള്ളവർ, എന്നേക്കാൾ കൃപയുള്ളവർ, എന്നേക്കാൾ മുമ്പിൽ ഇറങ്ങിയവർ എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവർ പോലും ഈ കൃപ വിട്ടുമാറിയാലും ഞാൻ അന്ത്യം വരെ ഈ വിശ്വാസത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കും. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിച്ച് ഈ വിശ്വാസത്തിന് വേണ്ടി അന്ത്യം വരെ പോരാടുമെന്ന് ഉറപ്പുള്ളവർ കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. വിശ്വാസത്തെ അടിച്ചുടച്ച് കളയത്തക്ക ക്രമത്തിൽ ഒരുപാട് പ്രതിബന്ധതകളുണ്ടായി. അതിനെയൊക്കെ സധൈര്യം നേരിട്ടിട്ട് പോരാട്ടത്തിന്റെ അന്ത്യരംഗം തടവറയുടെ തണുപ്പിൽ മരണത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ആർജവത്തോട് പറയുകയാണ്. മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയുക, ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസത്തെ അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു. എനിക്ക് മാത്രം ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷത്തിൽ പ്രയോഗിച്ച എന്ന് പറഞ്ഞാൽ നല്ല പോർപ്പൊരുതിയവരായിരിക്കും, ഓട്ടം തികച്ചവരായിരിക്കും, വിശ്വാസക്കാരവരായിരിക്കും. അവരെ കാത്തിരിക്കുന്നത് അക്കരെ നാട്ടിൽ നീതിയുടെ വാടാത്ത കിരീടമാണ്. അവിടെ നമുക്ക് പൊരുതാം. നിത്യതയുടെ ദർശനത്തിന് വിരോധമായി ഉയരുന്ന ലോകത്തോടും ജഡത്തോടും പാപത്തോടും പൊരുതാം. വിശ്വസനെന്ന് ചൊല്ലി യജമാനൻ നമ്മെ മണമണിൽ ഫലമേൽപ്പിച്ച ശുശ്രൂഷ ട്രാക്ക് തെറ്റിക്കാതെ ഓടിപ്പൂർത്തിയിരിക്കുക. വിശ്വസ്തനെന്ന് ചൊല്ലി നമ്മുടെ മേൽ ഫലമേൽപ്പിച്ച വിശ്വാസത്തിന്റെ ദീപം അണയാതെ അന്ത്യം വരേക്കാക്കാം. ഈ ദിവസത്തിൽ അധ്യാപകർ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുദ്രാവാക്യം മനസ്സിൽ ഓർമ്മ വരുന്നത്, കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം. നൂറ്റാണ്ടുകളായി 8 വയസ്സുള്ളപ്പോൾ ചങ്ക് കുറച്ചായി മുദ്രാവാക്യം പറയുന്നത്. ആ മുദ്രാവാക്യം ആവേശത്തോടെ പറയുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത ജംഗ്ഷനിൽ ചൂട് കല്ലും നല്ല പരവും സ്പാഷുണ്ട്. അത് പ്രാപിക്കാനാണ് ഇത്ര ആവേശത്തോടെ മുദ്രാവാക്യം പറയുന്നത്. കാൽവരി കുന്നിൽ കൊളുത്തിയ ദീപം. നൂറ്റാണ്ടുകളായി ഇന്ന് നാളെയും കത്തും ദീപം. എന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എരിയാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. എരിയാതല്ല, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് തലമുറ കാന്തന്റെ വരവിന് മുമ്പ്, നമ്മുടെ മരണത്തിന്റെ മുമ്പ് കർത്താവിന്റെ വരവാണെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ദൈവവുമായി ആ കിരീടം വാങ്ങുവാൻ എവിടെയാണ്? നമ്മുടെ മരണത്തിന്റെ മുമ്പ് കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മുടെ മരണമാണെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ദീപം അടുത്ത തലമുറയ്ക്ക് കൈമാറി വിശ്രമത്തിലേക്ക് പോയി. വിശ്വാസം
കാക്കുന്നവരായിരിക്കുക. കണ്ണുകളൊന്നടച്ചാവേ, എൻ്റെ സമയം കഴിഞ്ഞു. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുക. കണ്ണുകളൊന്നടച്ച് കരങ്ങളൊന്നും ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ കരങ്ങളും ഒരു നിമിഷവും സ്തോത്രം ചെയ്യാം. വിശ്വാസ ജീവിത പാടവില്ല സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടവില്ല സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവിൽ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവിൽ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷ നന്നായിരിക്കുന്നുണ്ടായിരും. നാനാ പരീക്ഷകൾ നന്നായിരിക്കുന്നുണ്ടായിരും. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ